നമസ്കാരം. നമ്മൾ കുറച്ചൊക്കെ പേരുടെ ജീവിതത്തിൽ ഒരു നന്മപരമായിരിക്കുമല്ലേ? നമുക്ക് എന്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ എത്രയും പെട്ടെന്ന് മാറിപ്പോകണമെന്ന ആ ചിന്തയോടുകൂടി അവരെ സഹായിക്കാനും അവരെ സമാശ്വസിപ്പിക്കാനും വേണ്ടി നമ്മൾ അവരൊപ്പം നിൽക്കുന്നുണ്ടായിരിക്കും. ശരിയാണ്, നല്ല കാര്യമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതും അവരെ സമാശ്വസിപ്പിക്കുന്നതും അവരെ കൂടെ നിൽക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, നിങ്ങളിതുപോലെ ഏതെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളുടെ അടുത്ത് കാരുണ്യം കാണിക്കാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ സമാശ്വസിപ്പിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്താ, നിങ്ങളിതിന് അർഹരല്ലേ? പലരും ചിന്തിക്കുന്നൊരു രീതിയാണ്, ഞാൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഇതുപോലെ ക്രൈസിസ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്ന പലരും ആ സമയത്ത് ചിന്തിക്കുന്നത്, ഇത്തരം ദുരിതപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സ്വയം സമാശ്വസിപ്പിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യവും മറ്റും ഞാൻ അർഹിക്കുന്നതല്ല. ഇതെല്ലാം മാറിയതിന് ശേഷം എനിക്ക് സ്വാതന്ത്ര്യം മറ്റുള്ളവരെ നൽകണം. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന വേറെ രീതിയാണ്, മറ്റുള്ള എൻ്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് എന്നെ സമാശ്വസിപ്പിക്കാൻ വരണം, എനിക്ക് സ്വാതന്ത്ര്യം നൽകണം. ശരിയാണ്, ഇങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ സാധ്യമായിക്കൊള്ളണമെന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യവും ആ സമീപനവും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ അടുത്ത് തന്നെ നൈസറായി പെരുമാറാനായിട്ട്, നമ്മളെ തന്നെ സമാശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു DBT ക്രൈസിസ് സർവൈവൽ സ്കില്ലാണ് സെൽഫ് സൂത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും ബുദ്ധ പറയുകയുണ്ടായി, യു യുവർ സെൽഫ് ആസ് മച്ച് ആസ് എനിബഡി ഇൻ ദ എൻറ്റയർ യൂണിവേഴ്സ് ഡിസേർവ് യുവർ ലവ് ആൻഡ് അഫെക്ഷൻ. ബുദ്ധ പറയുന്നത്, മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ മാത്രയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യവും സ്നേഹവും സാമീപ്യമൊക്കെ നിങ്ങളും അർഹതപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിനനുസരിച്ചിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത്? അതുകൊണ്ട് ഇതുപോലത്തെ ക്രൈസിസ് അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെ തന്നെ ഒന്ന് സ്വാതന്ത്ര്യപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ സെൽഫ് സൂത്ത് സ്കില്ല് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ 5 ഏരിയകളാണുള്ളത്. നമ്മളുടെ 5 സെൻസസ് വെച്ചിട്ടാണ്, നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സൂത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിനായിട്ടുള്ള നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളാണ് കാഴ്ച, കേൾവി, സ്മെല്ലിംഗ്, സ്പർശനം, രുചി മുതലായവ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്വാധീനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം തന്നെ സൈറ്റ്, അതായത് നമ്മളുടെ കാഴ്ചശക്തി കൊണ്ട് നമ്മൾ എങ്ങനെ സൂത്ത് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ചെടികളും ആ ഗ്രീനറിയൊക്കെ ഒന്ന് വീക്ഷിക്കുക. ഒന്ന്, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്നും, നിങ്ങളിരിക്കുന്ന ഓഫീസാണോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന റൂമാണോ, അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വിൻഡോയുടെ അടുത്ത് വന്ന് നോക്കി പുറത്തേക്കൊന്ന് നോക്കുക. പകലായി കഴിഞ്ഞാലും രാത്രിയായി കഴിഞ്ഞാലും ഒന്ന് പുറത്തേക്ക് നോക്കി എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നതെന്ന് നോക്കുക. രാത്രിയാണെങ്കിൽ ആകാശത്തെ ഒന്ന് നോക്കുക, ആ നക്ഷത്രങ്ങൾ മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുമരിലെ ആ പെയിൻറ്റിങ് അതിനെ ഒന്ന് വീക്ഷിക്കുക. ചുറ്റുപാടുമൊക്കെ നടക്കുക, അവിടെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് വീക്ഷിച്ച് അവയൊക്കെ ഒന്ന് കണ്ണോടിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ നിങ്ങൾക്കൊന്ന് ശ്രവിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്യാം, അത് കേൾക്കാം. മൊബൈലിലോ നിങ്ങളുടെ വീട്ടിലെ ഹോം തിയേറ്ററിലോ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കിനി പാട്ട് കേൾക്കുന്നതിലുപരി പതുക്കെ ഒന്ന് പാടാനാണ് അല്ലെങ്കിൽ കൂടെ പാടാനാണ് താല്പര്യമെങ്കിൽ അതിനൊന്ന് ശ്രമിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാൻ അറിയാം, ഗിത്താർ, വയലിൻ, അങ്ങനത്തെ എന്തെങ്കിലും പ്ലേ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾക്കവ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനോട് അലിഞ്ഞു ചേരാനായിട്ട് ശ്രമിക്കാം. ഇതിനുശേഷം നിങ്ങളുടെ സ്മെൽ ചെയ്യാനായിട്ട് ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള കാൻഡിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും ഫ്രാഗ്രൻസ് ബോട്ടിൽ, ഫ്രാഗ്രൻസ് ഓയിൽ, കുക്കിംഗ് ഓയിൽ, അതിനെയൊക്കെ സ്മെൽ ചെയ്യാം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുളിമുറിയിലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ അടുത്തോ പോയിട്ട് ആ ബാത്തിങ് ബാർ എടുക്കാം. ആ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും അല്ലെങ്കിൽ ഹാൻഡ് വാഷും എടുത്തിട്ട് മെല്ലെ ഒന്ന് അതിനെ സ്മെൽ ചെയ്ത് നോക്കാം. ഇതുകൂടാതെ നിങ്ങളിപ്പോൾ കാപ്പി കുടിക്കാനായിട്ടുള്ളൊരു സ്ഥലത്താണ്, ചായയോ കാപ്പിയോ ലഭ്യമായെങ്കിൽ അതിൻ്റെ ആ സുഗന്ധം നിങ്ങൾക്കൊന്ന് മണത്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ തന്നെ സൂത്ത് ചെയ്യാനായിട്ട് ഒന്ന് രുചിച്ച് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണം എന്തുമായിക്കൊള്ളട്ടെ അതൊന്ന് ഓർഡർ ചെയ്ത് നിങ്ങളൊന്ന് കഴിക്കാൻ ശ്രമിക്കുക.
ഒരു പക്ഷേ നിങ്ങൾക്കത് ഐസ്ക്രീം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേവറേറ്റായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും പദാർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കഴിച്ചിട്ടുള്ള ആ ചെറുപ്പകാലത്തെ നൈർമല്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നല്ല കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ ശാന്തതയും ആ നന്മയും ഓർമ്മിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലെ എന്തെങ്കിലും സ്വീറ്റോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ അത് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാം. ഇനി സ്പർശനത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഹോട്ടറായിട്ടുള്ളതോ കോൾഡറായിട്ടുള്ള ഒരു കുളി പാസ്സാക്കാം. അത് ചൂടുവെള്ളത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫാം ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശരീരത്തിൽ പതിയെ ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് അത് പതുക്കെ ഫീൽ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കുളി പാസ്സാക്കാം. വീട്ടിൽ ഏതെങ്കിലും ആനിമൽസ് ഉണ്ട്, വീട്ടിൽ പൂച്ചയോ പട്ടിയോ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ ഒന്ന് ഹഗ് ചെയ്യുകയോ അവയുടെ ഒപ്പം ഒന്ന് പെറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് അതിൻ്റെ സാമീപ്യത്തെ ഒന്ന് അനുഭവിച്ചറിയാം. വീട്ടിൽ നിങ്ങൾക്ക് വളരെ കോസി ആയിട്ടുള്ള ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വിരി അവയൊക്കെ ഒന്ന് നിങ്ങളുടെ മേലെ തന്നെ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ സ്പർശനം അതിലൂടെ നിങ്ങൾക്ക് അതിനെ ഒന്ന് തൊട്ടറിയാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തൊരു പില്ലോ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹഗ് ചെയ്ത് അതിൻ്റെ ആ വാമത്തോട് കൂടിയിട്ടുള്ള ടച്ചിനെ ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കാം. ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്കൊരു സന്തോഷവും അതുപോലെ തന്നെ ഒരു വാംത്തും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമാശ്വസിപ്പിക്കാനായിട്ട് സ്വാന്തനിപ്പിക്കാനായിട്ട് അടുത്ത് ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ദയ കാണിക്കാം. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരുടെ ക്രൈസിസ് സിറ്റുവേഷൻ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള സാമീപ്യവും അവരെ ടച്ച് ചെയ്തിട്ടും അവർക്ക് നമ്മൾ ഭക്ഷണങ്ങൾ നല്ലത് മേടിച്ചു കൊടുത്തിട്ടും അവർ പറയുന്നത് കേട്ടിട്ടും അവർക്ക് നല്ല സിനിമകളും മറ്റും റെഫർ ചെയ്ത് കൊടുത്തിട്ടും എല്ലാം നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടായിരിക്കും. അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും ലൈറ്ററാക്കി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കേട്ടതിന് എല്ലാവർക്കും നന്ദി.